അതിപരിസമായി നാം വാഴ്ത്തപ്പെടണം. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്ത് വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്ക് ദൈവവചന ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം എന്റെ 5-ാമത്തെ വാക്യം. പിന്നെ യഹോവ അവനെ പുറത്തു കൊണ്ടു ചെന്ന്, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെ ആകും എന്ന് അവനോട് കൽപ്പിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു വാഗ്ദത്ത വചനമാണ് നമ്മൾ വായിച്ചു കേട്ട ദൈവത്തിന്റെ വചനം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പഴയകാലങ്ങളിൽ അബ്രഹാമിനോട് മാത്രമായിട്ട് അരുളി ചെയ്തതാണെന്ന് നമ്മൾ ചിന്തിക്കാതെ സർവ്വലോകത്തിലുമുള്ള സകല ജനത്തോടും, പ്രത്യേകിച്ച് ക്രിസ്തുഭക്തന്മാർ, യേശു വിശ്വസിക്കുന്ന സകലർക്കും ഈ വചനം ഒരു വാഗ്ദത്തമാണ്. സകല ജനത്തിന് ഇതൊരു വാഗ്ദത്തമാണ്. അങ്ങനെ വാഗ്ദത്തങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു വരുന്നവർക്കാണ് ഈ വചനത്തിനകത്തെ അത്ഭുതങ്ങളെ വെളിപ്പെടുന്നത്. കാരണം ദൈവം പറയുന്നത്, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക, നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്ന്. ഹല്ലേലൂയ. അപ്പൊ ഈ വാഗ്ദത്തങ്ങൾ എത്ര ശക്തമായിട്ടാണ് നമ്മുടെ ഭൂമി നിറവേറിയ. അബ്രഹാമിന്റെ സന്തതികളായിട്ട് കോടാനുകോടി ജനങ്ങൾ ഭൂമിയിൽ നിറയപ്പെട്ടു കഴിഞ്ഞു. രക്തം ചെയ്യും. നിങ്ങൾക്കും ഇതേ വാഗ്ദത്തം തന്നെ ദൈവം തന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെ ഞാൻ ഇങ്ങനെയാക്കും എന്നുള്ള വാഗ്ദത്തം നിങ്ങൾക്കും ദൈവം തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഇതൊരു വാഗ്ദത്തം പറയുമ്പോൾ അബ്രഹാമിന്റെ ഈ യാഗനിയമം സ്ഥിരീകരിക്കുക. ഇത് പറയാൻ കാരണം ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം നമ്മളത് വായിക്കണം. ഹല്ലേലൂയ. കാരണം വിദേശ രാജാക്കന്മാരുമായി വലിയൊരു യുദ്ധം നടന്നു. ഹല്ലേലൂയ. ആ യുദ്ധത്തിൽ ജനം പരാജയപ്പെട്ട് ലോത്തിനെ, ഹല്ലേലൂയ, അവർ അടിമകളായി തടവുകാരനായി പിടിച്ചു. ലോത്തിന്റെ വസ്തുവകകളെല്ലാം അവർ അടിമകളെ തടവുകാരായി പിടിച്ചുകൊണ്ടുപോയി. ഇത് അറിഞ്ഞ അബ്രഹാം, ഹല്ലേലൂയ, തന്റെ വീട്ടിലെ 318 അഭ്യാസികളുമായി ചെന്ന്, ഹല്ലേലൂയ, ഈ രാജാക്കന്മാരോട് പടപൊരുതി ലോത്തിനെയും ലോത്തിന്റെ ആടുമാട് കന്നുകാലികളെയും എല്ലാം മടക്കിക്കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. വലിയ രാജസൈന്യത്തോടാണ് അബ്രഹാം പോയി 318 പേരുമായി യുദ്ധം ചെയ്തെല്ലാം മടക്കിയെടുക്കുന്നത്. ഹല്ലേലൂയ. അതിനെക്കുറിച്ചാണ് ഈ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ അതിശ്രേഷ്ഠമായൊരു വാഗ്ദാനം ദൈവം അബ്രഹാമിന് നൽകുന്നു. 4 രാജാക്കന്മാരുടെ സംയുക്ത സൈന്യത്തെ തോൽപ്പിച്ച അബ്രഹാം സ്വാഭാവികമായും അവരിൽ നിന്നുള്ള പ്രത്യാക്രമണത്തെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ദൈവം ദർശനത്തിൽ അവനോട് അരുളി ചെയ്തത്. നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രങ്ങളുടെ സ്ഥിതിയൊക്കെ നമുക്കറിയാം. ഒരു രാജ്യം മറ്റു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ അവിടെ നിന്നൊരു പ്രത്യാക്രമണം നമ്മൾ പ്രതീക്ഷിക്കും. ഹല്ലേലൂയ. ഒരു തിരിച്ചടി എന്ന് പറഞ്ഞ പോലെ 4 രാജാക്കന്മാരുടെ സംയുക്ത സൈന്യത്തെ തന്റെ വീട്ടിലെ 318 അഭ്യാസങ്ങളുമായി ചെന്ന് തകർത്ത് തടവുകാരനായി പിടിക്കപ്പെട്ട ഒരു ലോത്തിനെ തന്റെ സകല സമ്പത്തുകളും മടക്കിക്കൊണ്ടുവന്നപ്പോൾ അബ്രഹാം ഒരു പ്രത്യാക്രമണത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അവന് വാഗ്ദത്തം കൊടുക്കുകയാണ്. എന്താണ്? ഹല്ലേലൂയ. അതിനുശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവ ഇടപാടുണ്ടായത് എന്തെന്നാൽ, അബ്രഹാമി ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു എന്ന് അബ്രഹാമിനെ ഉറപ്പിക്കുന്ന ഒരു ദൈവജനം അത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ 4 രാജാക്കന്മാരുടെ സംയുക്ത സൈന്യത്തെ അബ്രഹാം തന്റെ കൂടെയുള്ള 318 പേരും കൂടെ തോൽപ്പിച്ച് മടക്കിക്കൊണ്ടൊരു പ്രത്യാക്രമണത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന അബ്രഹാമിനെ പോലെ തന്നെ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ലോകശക്തികൾ, പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറയട്ടെ, അബ്രഹാം 4 രാജാക്കന്മാരുടെ സംയുക്ത സൈന്യത്തെ തോൽപ്പിച്ചപ്പോൾ എഫേസ്യ ലേഖനം 6-ന്റെ 10, 11, 12 വാക്യം വായിക്കുമ്പോൾ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിന് ശക്തിപ്പെടുവിൻ. ലഡിയ. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, പിന്നെന്താണ്? വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന. അപ്പൊ അബ്രഹാം 4 രാജാക്കന്മാരെ അവിടെ സംയുക്ത സൈന്യത്തെ തോൽപ്പിച്ചെങ്കിൽ പുതിയ നിയമസഭ വാഴ്ചകളും അധികാരങ്ങളും ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികളെയും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോട് ഒരു പൊരുതലുണ്ട്. ഒരു വലിയ യുദ്ധത്തിലാണ് നമ്മളും. ഹല്ലേലൂയ. ഇവിടെ അബ്രഹാം തന്റെ വീട്ടിലുള്ള 318 അഭ്യാസികളുമായി ചെന്ന്
ഈ 4 രാജാക്കന്മാരുടെ സംയുക്ത സൈന്യത്തെ തോൽപ്പിച്ചതുപോലെ ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കി നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്താൽ, ആത്മാവിനാലാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട്, ദൈവിക ദൂതന്മാരുടെ സംരക്ഷണത്താൽ, ദൈവ കൃപയാൽ എന്ത് ചെയ്യണം? നമുക്ക് ചുറ്റും നിൽക്കുന്ന ഈ 4 ശക്തികളെ നമ്മൾ കീഴ്പ്പെടുത്തണം. അല്ലേലി അബ്രഹാം 4 രാജകുമാര സൈന്യത്തെ പരാജയപ്പെടുത്തിയ പോലെ നമ്മൾ വാഴ്ചകളെയും അധികാരങ്ങളെയും ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികളെയും സർലോകത്തിലെ ദുഷ്ടാത്മസേനയും പരാജയപ്പെടുത്തണം. പ്രൈസരോ. നിങ്ങൾക്കതിന് കഴിയുമോ? നിങ്ങൾക്കതിന് കഴിയുന്നില്ലെങ്കിൽ അതിന് തയ്യാറാകണം നിങ്ങൾ. എങ്കിലേ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ആത്മീയജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പൊ അബ്രഹാം അങ്ങനെ ഒരു പ്രത്യാക്രമണം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം ദർശനത്തിൽ അല്ലെങ്കിൽ അബ്രഹാമോട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ അപ്പം ദൈവം നിങ്ങൾക്ക് പരിചയമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ട. സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, അബ്രഹാമിനോട് ചോദിച്ചു നോക്കുന്നെങ്കിൽ അബ്രഹാം പറയും, ഞാനൊരു പ്രത്യാക്രമണം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം എന്നോട് ദർശനത്തിൽ എന്നോട് പറയുന്ന, ഞാൻ നിന്റെ പരിചയം പരകയമാകുന്ന അബ്രഹാമെ, നീ ഭയപ്പെടേണ്ട. ഞാൻ പിന്നെ ഒരു കാര്യം തീരുമാനമെടുത്തു. ദൈവം എനിക്ക് പരകയും പരിചയമായതുകൊണ്ട് ഹല്ലേലൂയ, ഞാൻ ഒരിക്കലും ഹല്ലേലൂയ സ്തോത്രം തകരയില്ലെന്ന്. അബ്രഹാമിന്റെ അണ്ട് ദൈവം പറയണേ, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ ദൈവം കാത്തു സൂക്ഷിക്കുന്ന പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് പോരാടുവാൻ നമുക്ക് പോരാട്ടമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പോരാട്ടങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കഴിയണം. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഇവിടെ മാത്രമല്ല ദൈവം അല്ലെങ്കിൽ അബ്രഹാം ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ട് ദൈവം പറയുക, ദൈവം തന്റെ അതിമഹത്തായ പ്രതിഫലമായിരിക്കുമ്പോൾ സോദോം രാജാവിന്റെ പാരിതോഷികം നന്ദിപൂർവ്വം തിരസ്കരിക്കുകയും അബ്രഹാമിന് കഴിഞ്ഞത്. ഹല്ലേലൂയ. അപ്പം ദൈവം അബ്രഹാമിന്റെ അതിമഹത്തായ പ്രതിഫലമായപ്പോൾ സോദോം രാജാവിന്റെ ഹല്ലേലൂയ പ്രതിഫലം എന്ത് ചെയ്തു? അതിനെ അബ്രഹാം നിരസിച്ചു. ഹല്ലേലൂയ. അത് നമുക്ക് അബ്രഹാമിലേക്ക് തന്നെ വരണം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ അബ്രഹാമിലേക്ക് വരുമ്പോൾ നമ്മുടെ വിശ്വാസമാണ് വേണ്ടത്. ഹല്ലേലൂയ. ഇവിടെ ഒരു ദിവസം കർത്താവ് പൂർവ്വവിധമായിരിക്കുന്ന അബ്രഹാമിനെ നോക്കി വളരെ സ്നേഹപൂർവ്വം പറയാം, അബ്രഹാമേ, ഞാൻ നിന്നോട് ഹല്ലേലൂയ കരുണ കാണിക്കാൻ പോവുക. നീ ഒരു കുഞ്ഞില്ലെന്ന് കരുതി വേദനിക്കുന്നുവോ? ആകാശത്തിലേക്ക് നോക്കുക. ഹല്ലേലൂയ. നിന്നെ ഞാൻ കൽദയ പട്ടണമായിരിക്കുന്ന ഊരിൽ നിന്ന് വിളിച്ചിറക്കി ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ നീ സന്തോഷത്തോടെ എതിരൊന്നും പറയാതെ മറുതലിച്ചു നിൽക്കാതെ എന്റെ വാക്കിനെ അനുസരിച്ച് നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരും പിതൃഭവനത്തേക്ക് വിട്ടു പോകുന്നത് എനിക്കറിയാം. ഹല്ലേലൂയ. നിന്റെ യാത്രമധ്യേ നിനക്ക് വന്ന ക്ലേശങ്ങളെല്ലാം എനിക്കറിയാം. ഞാൻ നിനക്ക് വാഗ്ദത്ത സന്തതിയെ തരുമെന്ന് പറഞ്ഞതും എന്റെ ഓർമ്മയിൽ എന്റെ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് നീ വാഗ്ദത്ത സന്തതി കിട്ടാത്തതുകൊണ്ട് അബ്രഹാമേ നീ ഭാരപ്പെടേണ്ട. നിനക്ക് മക്കളെ തരുവാൻ കഴിവുള്ളവനാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. യേശു പറയാണ്, ദൈവം പറയാണ്, അബ്രഹാമേ നിനക്ക് മക്കളെ തരുവാൻ കഴിവുള്ളവനാണ് ഞാൻ. എങ്ങനെയാണ് ആ മക്കളെ തരുമെന്നുള്ളത് ദൈവം കാണിച്ചു കൊടുത്തത്. ആമേൻ. അബ്രഹാമിനെ പുറത്തു കൊണ്ടു ചെന്നിട്ട് നീ ആകാശത്തിലേക്ക് നോക്കുക. ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാവും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ. ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്തു? അബ്രഹാമിന് സന്തതിയെ കൊടുക്കുമെന്ന് വാഗ്ദാനം വ്യക്തം ചെയ്യും. ഈ വാഗ്ദാനത്തിനകത്ത് ഉള്ള അതിശ്രേഷ്ഠമായ ദൈവ സാന്നിധ്യം മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ നമ്മൾ വിശ്വസിക്കേണ്ടത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്ന മാനസികമായ ക്ലേശങ്ങൾ, സംഘർഷങ്ങളെല്ലാം മാറിയിട്ട് അബ്രഹാം ദൈവത്തിൽ അടിയുറച്ചങ്ങ് വിശ്വസിച്ചു. എന്നോട് പറഞ്ഞവൻ സർവശക്തനായ ദൈവമാണ്, സർവസൃഷ്ടമാണ്. എന്നെ വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് വഴിയിൽ വെച്ച് എന്നെ കളയുന്നവനല്ല, വഴിയിൽ തള്ളിക്കളയുന്നവനല്ല, എന്നെ അനാഥനായി വിടുന്ന ദൈവമല്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എന്റെ ജീവിതത്തിൽ നിറവേറും. അതുകൊണ്ട് യഹോവയായ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. രക്തം ചെയ്യും. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളൊക്കെ വിശ്വസിക്കണം കേട്ടോ. രക്തം ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ പറഞ്ഞത് ചില സന്തതികൾ ഭൂമിയിലെ പൊടി പോലെ ഇരിക്കുന്നു, ചില സന്തതികൾ കടൽക്കരയിലെ മണൽ പോലെ ഇരിക്കുന്നു. എന്നാൽ അബ്രഹാമിന് കർത്താവ് അല്ലെങ്കിൽ അത്യുന്നതത്തിലെ സന്തതിയെ വാഗ്ദത്തം ചെയ്യുക. അബ്രഹാമിനോട് പറഞ്ഞു, ദൈവം പറഞ്ഞു, നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ ഇരിക്കും. ഹല്ലേലൂയ.
പിന്നെ പറയുന്നുണ്ട് നിന്റെ സന്തതി അല്ലെങ്കിൽ കടൽക്കല്ല് മണൽ പോലെ ഇരിക്കും. പിന്നെ പറയാം നിന്റെ സന്തതി ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ ഇരിക്കുമെന്നാണ്. രക്തത്തെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ അല്ലേ? അന്ന് അബ്രഹാമിനോട് സംസാരിച്ചതുപോലെയല്ലേ ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ കരഞ്ഞു കലങ്ങി കണ്ണുമായി കരഞ്ഞു കലങ്ങി ഹൃദയമായി ഒരു സന്തതിയില്ലാതെ, കുടുംബത്തിനകത്ത് കുഞ്ഞുങ്ങളുടെ കരച്ചില്ലാതെ, നിലവിളിയില്ലാതെ, അമ്മയപ്പന്മാർക്ക് താരാട്ടി ഉറക്കം മക്കളില്ലാതെ ഭാരപ്പെട്ട് ജീവിതത്തിൽ നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളുമായിട്ട് കടന്നു പോകുമ്പോൾ, ജീവിതം തന്നെ തകർന്ന ഡിവോഴ്സിലേക്ക് കടന്നുപോയ അനേകം വിഷയങ്ങൾ, സന്തതിയില്ലാത്ത രീതിയിൽ ഒറ്റപ്പെട്ടു പോയ സഹോദരിമാർ, അങ്ങനെയുള്ളവരൊക്കെ ഈ വചനം ചിന്തിക്കണം. വല്ലേരിയാണ് ഒരു ഭാര്യയെ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഉപേക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ, കുടുംബജീവിതം നയിക്കുന്ന കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് നാളുകൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ ഭാരപ്പെട്ട് പല ഡോക്ടർമാരെ കൊണ്ട് ഡോക്ടർമാർ പറഞ്ഞു നിനക്ക് ഭാര്യയ്ക്ക് മക്കളുണ്ടാകത്തില്ല, ഭർത്താവിന് മക്കളുണ്ടാകും, നിങ്ങൾക്ക് രണ്ടുപേർക്കും കുറവുള്ളവരാണ്, അല്ലെങ്കിൽ ഭാര്യയുടെ കുറവ് അല്ലെങ്കിൽ ഭർത്താവിന്റെ കുറവൊക്കെ ചൂണ്ടിക്കാണിച്ച് ആ വിഷയം നിങ്ങളുടെ വീട്ടിലറിയുമ്പോൾ അമ്മായിയമ്മ പൊരുതാൻ തുടങ്ങും, അമ്മായിയപ്പൻ പൊരുത്തും, സഹോദരങ്ങളെല്ലാം പൊരുതാൻ തുടങ്ങും. നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല, നിനക്ക് മക്കളുണ്ടാകത്തില്ല. ഉടനെ മകളോട് നീ അവളെ ഉപേക്ഷിച്ചാലോ, നീ അവളെ ഉപേക്ഷിച്ചിട്ട് വേറെ കെട്ടുക, അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒത്തിരി പേരെ എനിക്കറിയാം, ഒരുപാട് പേർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ആ സഹോദരി ഒരുപാട് നിന്ദകൾ അപമാനങ്ങൾ സഹിക്കേണ്ടി വരും. ഒരുപക്ഷെ ഭർത്താവിന് അവളെ ഉപേക്ഷിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഭാര്യയുടെ കുറവ് അല്ലെങ്കിൽ ഭർത്താവിന്റെ കുറവ് രണ്ടുപേരും കുടുംബത്തിൽ നിന്ദിക്കപ്പെടും. ഈ സമയത്താണ് നിങ്ങൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം ഓർക്കേണ്ടത്. എന്താ? നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, ഭൂമിയിലെ പൊടിയെ പോലെ, കടൽക്കരയിലെ മണൽത്തരിയെ പോലെ ഞാൻ നിനക്ക് സന്തതിയെ തരും, നിന്റെ മക്കൾ ഇങ്ങനെയാകുമെന്ന് ദൈവം പറഞ്ഞ വാക്ക് അബ്രഹാം വിശ്വസിച്ചതുപോലെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ ലോകത്തിന്റെ വാക്ക് കേട്ട് നീ തകർന്നു പോകരുത്. ഈ ലോകത്തിന്റെ വാക്ക് കേട്ട് നിന്റെ ഭാര്യയെ ഉപേക്ഷിക്കരുത്, ഭർത്താവ് ഉപേക്ഷിക്കരുത്. വലിയ കുട്ടികൾ ഇല്ലാത്തതിന് വേണ്ടി നീ മറ്റൊരു വിവാഹം കഴിക്കരുത്. അല്ലേലൂയ, സ്തോത്രം. ദൈവം ആദിയിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, ഒരു കുടുംബമായിട്ടാണ് സൃഷ്ടിച്ചത്. ആദമിന് ഏക ഭാര്യയായിരുന്നു. അല്ലേലൂയ. ഹവ്വയ്ക്ക് ഏക ഭർത്താവുമായിരുന്നു. അവിടെ ബഹുഭാര്യത്വം ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ബഹുഭാരിത്വം പഴയ നിയമത്തിൽ വന്നത്. ഇന്ന് പുതിയ നിയമത്തിലും ചിലർക്ക് ബഹുഭാരിത്വം കൊണ്ട് നടക്കുന്നത്. അല്ലേലൂയ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നിന്റെ യൗവനത്തിലെ ഭാര്യയുടെ കുറവായിരുന്നാലും നിന്റെ യൗവനത്തിലെ ഭർത്താവിന്റെ കുറവായിരുന്നു, പരസ്പരം ആ വിഷയങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അബ്രഹാമിന് സന്തതിയെ കൊടുത്ത ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ സന്തതിയെ തരുമെന്ന് നിനക്ക് അടിയുറച്ചൊരു വിശ്വാസം അബ്രഹാമിനെ പോലെ ഉണ്ടെങ്കിൽ രക്തജയം ദൈവം നിന്റെ മക്കളെ ഇങ്ങനെയാക്കും. എങ്ങനെ? ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ. ലളിയ. അപ്പം ഭൂമിയിലെ പൊടി എന്ന് പറയുമ്പോൾ അതിന് വ്യത്യസ്തമായ ഒരു സ്വഭാവങ്ങളുണ്ട്. മണൽത്തരി എന്ന് പറയുമ്പോൾ അതിനും ചില സ്വഭാവങ്ങളുണ്ട്. എന്നാൽ നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ആ നക്ഷത്രങ്ങൾ എപ്പോഴും ശോഭിച്ചുകൊണ്ടിരിക്കും, പ്രകാശിച്ചുകൊണ്ടിരിക്കും. ഇരുളിൽ പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളെ പോലെ നിന്റെ സന്തതിയെ തരുമെന്ന് ദൈവം പറയുമ്പോൾ, അല്ലേലൂയ, വാനാതി വാനങ്ങളിൽ എണ്ണിയാ തീരാത്ത നക്ഷത്ര ഗാലക്സികൾ സന്ധ്യാസമയത്ത് ആകാശത്തിൽ നിറഞ്ഞ് പ്രകാശം പരത്തുന്നത് പോലെ ദൈവം നിനക്ക് തലമുറയെത്തും, നിന്റെ മക്കൾ മുഖാന്തരം കുടുംബത്തിനകത്ത് ഇരുള് മാറിപ്പോകും, നിന്റെ ജീവിതത്തിൽ ഇരുള് മാറിപ്പോകും. നിന്റെ മക്കൾ ആകാശത്തിൽ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് വെളിച്ചം പകരും. അല്ലേലിയ. പഴയ നിയമ കാലഘട്ടത്തിലെ വാർത്ത. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ? ദൈവം മക്കളെ തന്നു. അല്ലേലിയ. ഇന്ന് ചില മാതാപിതാക്കൾ മക്കൾ ജനിച്ചില്ലായിരുന്നു ഈ മതി എന്ന് പറയുന്ന കാലഘട്ടമാണ്. കാരണം മക്കൾ ദൈവിക വാഗ്ദത്തങ്ങൾക്ക് പുറത്തുപോയി. ദൈവത്തെ അനുസരിക്കാതെ, ദൈവജനത്തെ അനുസരിക്കാതെ, മാതാപിതാക്കളെ അനുസരിക്കാതെ, സഭയെ അനുസരിക്കാതെ, ഉപദേശത്തെ അംഗീകരിക്കാതെ ഈ ലോകത്തിന്റെ സകല വെറുപ്പത്തിലും സകല മ്ലേച്ഛത്തിലും അകപ്പെട്ട് മക്കൾ ദൈവത്തിന് അകന്നു പോയതുകൊണ്ട് അല്ലേലിയ, സ്തോത്രം, പൊടി പറന്നു പോകുന്നത് പോലെ, അല്ലേലിയ, കടൽക്കരയിലെ മണൽത്തരികൾ ഒഴുകി നടക്കുന്നത് പോലെ ഇന്നത്തെ പലതും ഒഴുകിയും പറന്നും നടക്കുകയാണ്. എന്നാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന മക്കൾ എന്നും അപ്പന്റെ അമ്മയുടെയും കൂടെ കാണും. അല്ലേലിയ. ബാക്കി ഈ പൊടി പോലെ, പൊടി നമുക്കറിയാം, ഏത് സമയത്തും അത് പൊടി പറന്നു പോകാം. അല്ലേലിയ. ഏത് സമയത്തും മണൽത്തരികൾ തിരമാലകൾ അടിച്ചുകൊണ്ട് പോകാം എന്ന് പറഞ്ഞതുപോലെ ചില കുടുംബങ്ങളിലൊക്കെ അങ്ങനെയാണ്. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തം അനുസരിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കൾ പ്രകാശമണ്ഡല നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുമെന്ന്. അല്ലേലിയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, അല്ലേലിയ, അബ്രഹാമിന് കർത്താവ് അത്യുന്നതങ്ങളിലെ സന്തതിയെ വാഗ്ദത്തം ചെയ്ത് സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നവരുടെ സർവ്വസംഘമാകുന്ന സഭയാണ് അത് വാഗ്ദത്തം ചെയ്യുന്നത്.
അല്ലേ? ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ സന്തതിയെ തരും എന്ന് പറയുമ്പോൾ ആമി സ്തോത്രം. അവിടെ എന്താണ് കരുതി? സ്തോത്രം സ്തോത്രം. ആമി സർവസംഗമാകുന്ന അല്ലേലൂയ സ്തോത്രം അല്ലേലൂയ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന സർവസംഗമാകുന്ന സഭയെയാണ് ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ എന്നൊരു വാക്തത്വം തന്നത്. പുതിയ നിയമസഭയ്ക്ക് ഒരു വാക്തത്വമാണ്. അതുകൊണ്ടാണ് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഉണർന്ന് ശോഭിക്കുന്ന, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന അനവധി ദൈവമക്കളെ ദൈവസഭയ്ക്ക് തന്ന് ദൈവത്തിന്റെ സഭയെ പണിയുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ മക്കൾ ആരാണ്? നക്ഷത്രങ്ങളെ ശോഭിക്കുന്ന, നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ചുകൊണ്ട് പ്രകാശം വരുത്തുന്നവരാണ് ദൈവസഭ ഭൂമിയിൽ. രക്തം ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ ആ ദൈവിക വാഗ്ദത്തങ്ങൾക്കകത്ത് നമ്മൾ നിൽക്കണം. അപ്പൊ ഇവിടെ സ്തോത്രം നമ്മൾ ചിന്തിക്കുമ്പോൾ നക്ഷത്രങ്ങൾ പ്രകാശം കൊടുക്കുന്നത് പോലെ നാം ദൈവസഭയ്ക്കകത്ത് പ്രകാശം കൊടുക്കണം. നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്ന പോലെ നമ്മൾ കുടുംബത്തിൽ പ്രകാശിക്കണം. നിങ്ങളുടെ ജോലി മേഖലയിലെ, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നക്ഷത്രങ്ങളെ പോലെ നീ ശോഭിക്ക്. ഇരുളിൽ കിടക്കുന്നതിന് വെളിച്ചം വേകുന്നെങ്കിൽ, ഇരുളിൽ കിടക്കുന്നതിന് നീ പ്രകാശം കൊടുക്കുന്നെങ്കിൽ, കഷ്ടതയറിഞ്ഞ്, സങ്കടമറിഞ്ഞ്, ദുഃഖമറിഞ്ഞ്, വേദനയറിഞ്ഞ്, മറ്റുള്ളവരുടെ നൊമ്പരം പറഞ്ഞ് അവരോട് ചേർന്ന് നിന്ന് അവനെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നെങ്കിൽ, ഹല്ലേലൂയ, ദൈവം ഈ കാലഘട്ടത്തിൽ ഇതിനെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ മറ്റുള്ളവരും ഇതിന്റെ ഒരു പ്രകാശമാക്കി വെക്കും. സഭയെ ഒരു പ്രകാശമാക്കി വെക്കും. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ട്. അപ്പൊ നിങ്ങൾ ആരാണ്? ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ദൈവത്തിന്റെ മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. നക്ഷത്രങ്ങളെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നക്ഷത്രങ്ങളെ ഇഷ്ടമില്ലാത്ത ആരുമില്ല. എല്ലാവരും നക്ഷത്രങ്ങളെ ഇഷ്ടപ്പെടും. അതുപോലെയാണ് ദൈവസഭയെ ഇഷ്ടമില്ലാത്തവരാരുമില്ല. എല്ലാവർക്കും ദൈവസഭ ഇഷ്ടമാണ്. പിന്നെ ചില പ്രതിയോഗികൾ ഈ ദേശത്ത് എഴുന്നേറ്റിരിക്കുന്നത് അവരവരുടെ വഴിക്ക് പോകട്ടെ, നമ്മൾ അതിനെ കാര്യമാക്കണ്ട. ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുന്ന, ശോഭിക്കുന്ന, ഇരുളിൽ വെളിച്ചമേകുന്ന ഒരൊറ്റ കൂട്ടമുണ്ടെങ്കിൽ അത് ദൈവസഭയാണ്. കർത്താവ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച അല്ലെങ്കിൽ ദൈവസഭയുടെ മക്കളാണ് യഥാർത്ഥത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ വാഗ്ദത്തമാണ്. നിങ്ങളിനി അതിനെ എന്തെല്ലാം കൂട്ടി മാറ്റി വ്യാഖ്യാനിച്ച് എന്തെല്ലാം ദുരുപദേശങ്ങൾ കൊണ്ടുവന്ന് പ്രസ്താവിക്കാൻ ശ്രമിച്ചാലും വേദപുസ്തകത്തിന് മാറ്റമില്ല കേട്ടോ. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പം ദൈവം നമുക്ക് തന്നിരിക്കുന്ന പദവി, അപ്പം ദൈവം പറഞ്ഞ വാക്കുകളെ എന്ത് ചെയ്തു? ഹല്ലേലൂയ. യഹോവയായ ദൈവം ഹല്ലേലൂയ പറഞ്ഞ വാക്കുകളെ ഹല്ലേലൂയ സ്തോത്രം അബ്രഹാം അങ്ങ് വിശ്വസിച്ചു. അബ്രഹാമിന്റെ ജീവിതത്തിൽ അവിശ്വാസം കടന്നു വരാതെ അബ്രഹാം എന്ത് ചെയ്തു? 4 രാജാക്കന്മാരുടെ സംയുക്ത സൈന്യത്തെ തോൽപ്പിച്ചു മടങ്ങി വന്ന് ഒരു പ്രത്യാക്രമണം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങൾക്കകത്ത് അബ്രഹാം വിശ്വസിച്ചു. ഹല്ലേലൂയ. അപ്പൊ അതുവരെ അബ്രഹാമിന്റെ ജീവിതത്തിന്റെ ഭയപ്പാടുകൾ മാറിപ്പോയി. അബ്രഹാമിന്റെ ജീവിതത്തെ ഭയപ്പാടുകൾ മാറി, ആ പേടി മാറി. വലിയ ദൈവം പറയാ, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവും. നമ്മൾ ഈ ഞാൻ നിന്റെ പരിചയം പലകയും അതിമഹത്തായ പ്രതിഫലം എന്നൊക്കെ ഇങ്ങനെയുള്ള വേദഭാഗങ്ങൾ വേദപുസ്തകത്തിൽ പലയിടത്തും കാണാം. സംഗീതമൊക്കെ വായിക്കുന്ന ഒരുപാട് ഭാഗത്ത് നീ എൻ്റെ ശൈലം, നീ എൻ്റെ കോട്ട, നീ എൻ്റെ സംഗീതം, നീ എൻ്റെ പാറ, അല്ലെങ്കിൽ നീ എൻ്റെ പലകയും ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വേദപുസ്തകത്തിനകത്തുണ്ടെന്നായി എനിക്ക് തോന്നുന്നത്. നിങ്ങളത് വായിച്ചു നോക്കണം കേട്ടോ. ഞാൻ ചിലടത്തൊക്കെ വായിച്ചതുകൊണ്ടാണ് പറയുന്നത്. ഇത് വായിക്കാത്തവരുണ്ട്, വേദപുസ്തകം വായിക്കാത്തവരുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് സ്വന്തം വിശ്വാസികൾ പോലും വേദപുസ്തകം ഒരു തവണ ആവർത്തിച്ച് വായിക്കാനില്ല. ഇന്നത്തെ കാലഘട്ടം നിങ്ങളുടെ സഭയ്ക്കകത്ത് നിങ്ങൾ ചോദിക്കണം, വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ വായിച്ച് എത്ര പേരുണ്ടോ നിങ്ങളുടെ സഭയിൽ അന്വേഷിച്ച് നോക്കിയാട്ട് ഒരുത്തം പോലും കാണത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ പറയുമ്പോൾ ചിലർ പറഞ്ഞ് ഞാൻ വായിച്ച, എന്നാൽ ചിലര് എനിക്ക് തോന്നുന്നു 1000 കാണുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹല്ലേലൂയ. വേദപുസ്തകം മുഴുവൻ വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തൊട്ട് വെളിപ്പാട് പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായത്തിന്റെ അവസാന വാക്യം വരെ വായിക്കണം. അതിനകത്തൊന്നും വിട്ടുകളയരുത്. ഹല്ലേലൂയ. ചിലര് വായിക്കുക എന്ന് പറയും, വായിച്ചു തുടങ്ങി ദിനവൃത്താന്ത പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അങ്ങ് വിട്ടുകളയും. 1 ഒരു 8 വരെ അധ്യായങ്ങളെ വിടും. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ ആരംഭമൊക്കെ അങ്ങ് വിട്ടുകളയും. ഹല്ലേലൂയ. ലൂക്കോസിലേക്ക് ഒരു 3-ാം അധ്യായത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ വിട്ടുകളയും. അവിടെയൊക്കെ സന്തതികളുടെ പരമ്പരകളെ കുറിച്ചും വാഗ്ദത്തങ്ങളെ കുറിച്ചും തലമുറകളെ കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ ജനനത്തെക്കുറിച്ചും ഒക്കെ പറയും. അതൊക്കെ വായിച്ചെങ്കിൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ നമ്മൾ ആരാണെന്ന്. ഹല്ലേലൂയ. രക്തം ചെയ്യും. വേദപുസ്തകം മുഴുവൻ വായിക്കണം കേട്ടോ. രക്തം ചെയ്യും. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയാണ് സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു.
റോമാലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത് അബ്രഹാം ദൈവത്തെ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അല്ലേ? അപ്പം ദൈവത്തെ വിശ്വസിച്ചത് കൊണ്ട് ദൈവം നീതിയായി കണക്കിട്ടത്. പിന്നത്തേതിൽ എന്ത് ചെയ്തു? അബ്രഹാമിന്റെ 100-ാമത്തെ വയസ്സിൽ, സാറയുടെ 90-ാമത്തെ വയസ്സിൽ ദൈവം എന്ത് ചെയ്തു? അല്ലെങ്കിൽ തന്റെ വാഗ്ദത്ത സന്തതിയായിരിക്കുന്ന ഇസ്ഹാക്കിനെ കൊടുത്തു. ഹല്ലേലൂയ. സാറയുടെ മരണശേഷം അബ്രഹാം കെതൂറെ വിവാഹം കഴിച്ചു. ഉൽപ്പത്തി പുസ്തകം 25 കാണുന്നുണ്ട്. ആ കെതൂറയിലും മക്കൾ ജനിച്ചു. പിന്നീട് അബ്രഹാമിന്റെ പുത്രനായിരിക്കുന്ന ഇസ്ഹാക്കിന്റെ പുത്രനായിരിക്കുന്ന യാക്കോബിന്റെ മക്കളിലൂടെ യോസേഫിലൂടെ സ്വോത്രം അല്ലിയ ഭൂമിയിലെ പൊടി പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ദൈവം അബ്രഹാമിന്റെ സന്തതിയെ ലോകമെമ്പാടും എഴുന്നേൽപ്പിച്ചു. ചെയ്യും. അല്ലേ? ഇപ്പം ദൈവം വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്തവനാ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവം നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തും ദൈവം വീണ്ടും ചലിക്കത്തില്ല. ദൈവം വാക്ക് പറഞ്ഞ വാക്കാ, നമ്മുടെ വാക്കാണ് മാറിപ്പോകുന്നത്. അതുകൊണ്ടാണ് മാലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം അല്ലേ 6-ാമത്തെ വാക്യത്തിലും വരുമ്പോൾ നമ്മുടെ യഹോവയായി ദൈവം പറയുന്നുണ്ട്, യഹോവയായി ഞാൻ മാറാത്തവൻ. ഹല്ലേലൂയ. അതെ, നമ്മുടെ ദൈവം മാറാത്തവനാ. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു എന്ന് ലേഖനങ്ങളിൽ പൗലോസ് രേഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ എനക്ക് ദൈവത്തിൽ എത്രമാത്രം വിശ്വാസമുണ്ട്, ദൈവത്തിൽ എത്രമാത്രം അല്ലെങ്കിൽ വിശ്വാസമുണ്ടെന്നുള്ള ദൈവം നിന്നെ അളവുകോല് കൊണ്ട് അളക്കുന്നത് പോലെ അളന്നു നോക്കും. നീ എവിടെയെങ്കിലും വ്യതിചലിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും നിന്റെ കാൽ ഇടറി പോയിട്ടുണ്ടോ? എവിടെയെങ്കിലും നീ വഴുതി പോയിട്ടുണ്ടോ എന്നറിയുവാൻ ദൈവം നിന്നെ തൂക്കി നോക്കുമ്പോൾ നീ കുറവുള്ളവനായി കാണാതെ അബ്രഹാമിനെ പോലെ ദൈവത്തിൽ വിശ്വനീതിയായി കണക്കിടുന്നെങ്കിൽ തലമുറയില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരട്ടെ, ആകാശിലെ നക്ഷത്രങ്ങളെ പോലെ ദൈവം നിനക്ക് തലമുറയെ തരാം. ദൈവം വിശ്വസം കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും, തലമുറയിൽ മാത്രമല്ല എല്ലാ അനുഗ്രഹങ്ങളും ഹല്ലേലൂയ, സ്തോത്രം, ദൈവം തരും കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ദൈവം അബ്രഹാമിന്റെ വിശ്വാസത്തെ നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കണക്കിടലും മനുഷ്യന്റെ നീതിയും എങ്ങനെയെങ്കിലും ദൈവപ്രസാദം സമ്പാദിക്കണം എന്നത്രേ യഹൂദന്റെ കണക്കുകൂട്ടൽ. മനുഷ്യൻ പാപിയാകിയാൽ അവൻ ഒരിക്കലും തന്റെ യജ്ഞത്താൽ ദൈവപ്രസാദം നേടിയെടുക്കാൻ സാധ്യമല്ല എന്നാണ് പൗലോസ് പറയുന്നത്. പാപിയായ മനുഷ്യന് അവന്റെ സ്വന്തം പരിശ്രമം കൊണ്ട്, സ്വന്തം ശ്രമങ്ങൾ കൊണ്ട്, അവന്റെ യത്നങ്ങൾ കൊണ്ടൊന്നും അവന് പാപത്തിന്റെ പരിഹാരം പ്രാപിപ്പാൻ അവന് നീതീകരിക്കപ്പെടാൻ കഴിയുകയില്ല എന്ന് പൗലോസ് പറയുക. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അവിടെ വചനം പറയുന്നു, സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 2:21 വായിച്ച് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തെ അവന്റെ വചനത്തിന്റെ മുഖവിലക്കെടുത്ത് അവന്റെ വാഗ്ദത്തങ്ങളിൽ അങ്ങനെ തന്നെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് കീഴ്പ്പെടണം. നമ്മള് സ്വന്തം പരിശ്രമം നീതീകരിക്കാൻ ശ്രമിക്കരുത്. ദൈവവചനത്തെ ഏറ്റെടുക്കണം, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഏറ്റെടുക്കണം, കർത്താവിൽ നമ്മൾ വിശ്വസിക്കണം. നമ്മൾ കർത്താവിന് കീഴ്പ്പെടണം. കർത്താവിന് കീഴ്പ്പെടുമ്പോഴാണ് ആ കീഴ്വഴപ്പ് എപ്പോഴും ആവശ്യമാണ്. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അബ്രഹാം ദൈവത്തിന് കീഴ്പ്പെട്ടതുപോലെ ഹല്ലേലൂയ, ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കൊരു കീഴ്വഴക്കം ആവശ്യമാണ്. ഇന്നത്തെ കീഴ്വഴക്കം എന്ന് പറയുന്നില്ല, ഞാനാണ് വലിയ ശ്രേഷ്ഠൻ എന്നുള്ള ചിന്തയിലാണ് ജനത്തിന്റെ പോക്ക്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നമുക്ക് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാം. നമ്മുടെ ദൈവത്തെക്കാൾ വലിയവനാരുമില്ല. നമ്മളാരും വലിയവരല്ല. നമ്മൾ കീഴ്പ്പെടുവാൻ തയ്യാറുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അബ്രഹാം ദൈവത്തിൽ നീതിയായി കണക്കിട്ടെന്ന് പറയുമ്പോൾ പൗലോസ് റോമാലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായത്തിൽ പറഞ്ഞു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്തെ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവദേശത്തിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അത് തന്നെ നല്ല സഹിഷ്ണുത സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും അല്ലെങ്കിൽ പ്രസാദിക്കുന്നു.
പ്രശംസിക്കുന്നു. അത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ കടന്നു വരുമ്പോൾ, വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ, ഒരുപക്ഷെ തലമുറയില്ലാത്തൊരു പേര് സാമ്പത്തികമായ ഞെരുക്കങ്ങൾ കൊണ്ട്, കടക്കടി കൊണ്ട്, ഒരു ജോലിയില്ലാത്തതുകൊണ്ട്, മാറാ രോഗത്തിന് അധീനമായി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ നിന്റെ മുമ്പിൽ വഴികളെല്ലാം അടയുമ്പോൾ, ഹല്ലേലൂയ, നീ ഭാരപ്പെട്ടിട്ട് പോകരുത്. അബ്രഹാമിനെ നീതീകരിച്ച് ദൈവമുണ്ട്. ആ നീതീകരണം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ആ നീതീകരണത്തിന് ഫലങ്ങളുണ്ട്. അബ്രഹാമിനെ ദൈവം നീതീകരിച്ചപ്പോൾ ആ നീതീകരണത്തിന്റെ ഫലങ്ങളുണ്ട്. എന്താണ്? കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധ പ്രത്യാശ ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോഴാണ് ശ്രോതാവി ദൈവത്തിന്റെ മഹത്വം നമുക്ക് വെളിപ്പെടുത്തുന്നത്. അല്ലേ? അപ്പം കൃപയാൽ വിശ്വാസത്തുള്ള നീതീകരണം പാപിക്ക് വിശ്രാന്തി മാത്രമല്ല, അവൻ ആനന്ദവും നൽകുന്നു. ദൈവം കണക്കിടുന്ന നീതി കഷ്ടതയിൽ വളരുവാനും വിശ്വാസ ദൈർഘ്യത്തെ കൈവരിപ്പാനും ദൈവസ്നേഹത്തിൽ ആദയപ്പെട്ട് വിജയശ്രീലാളിതനാകുവാനും നമ്മെ പ്രാപ്തരാക്കും. അല്ലേലിയ, രക്തം ചെയ്യും. എന്താണ് അല്ലേലിയ? ദൈവം കണക്കിടുന്ന നീതി കഷ്ടതയിൽ വളരാനാണ്. പ്രൈസലോട് അല്ലേലിയ. കഷ്ടതയിൽ വളരുവാനും സ്തോത്രം അല്ലേലിയ. വിശ്വാസ കൈവരിപ്പാനും ദൈവസ്നേഹത്തിൽ ആദായപ്പെട്ട് ശ്രീനാളിതനായി തീരേണ്ടി, വെറും ശ്രീനാളിതനല്ല, വിജയ ശ്രീനാളിതനായി തീരുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ പ്രാപ്തരാക്കുന്നത്. അതുകൊണ്ടാണ് കഷ്ടതകളും പരിശോധനകളും ഒരുവനെ സഹിഷ്ണുതയെ പഠിപ്പിക്കാൻ കാരണമാകും എന്ന് പറയുന്നത്. അത് കഷ്ടതയിൽ നമ്മൾ തകർന്നു പോകുവാനല്ല, കഷ്ടതയിൽ നമ്മൾ ഉരുകി പോകുവാനല്ല, കഷ്ടതയിൽ നമ്മൾ ഞെരുങ്ങി പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആ കഷ്ടതയിലൂടെ അതിന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചിട്ട് അതിനെ വിശ്വാസത്തിൽ പണിതെടുത്ത് തീയിൽ കൂടി എന്ന പോലെ അതിന്റെ ശോധന ചെയ്ത് സ്തോത്രം തട്ടാനുവരയിലിട്ട് വെള്ളി ഊതിക്കഴിച്ച് പോന്നാല് തനി വെള്ളിയാക്കി കീടങ്ങൾ മാറ്റിയെടുക്കുന്നത് പോലെ ദൈവം നിന്റെ തീയിലൂടെ എന്നപോലെ ശോധന കഴിച്ച് അല്ലെങ്കിൽ നിന്റെ കഷ്ടതയെ മാറ്റിയിട്ട് നിന്റെ സങ്കടങ്ങളെ മാറ്റിയിട്ട് ആനന്ദത്തിന്റെ ദിവസം തരുന്നവനാണ് നമ്മുടെ കർത്താവ്. സന്തോഷത്തിന്റെ ദിനങ്ങളാക്കി മാറ്റുന്നവനാണ്. അതുകൊണ്ട് കർത്താവ് നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങൾ പ്രശംസിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മെ നീതീകരിച്ച പിന്നെ ആ നീതീകരണത്തിനകത്ത് അനുഗ്രഹങ്ങളുണ്ട് കേട്ടോ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ദൈവം ഭാഗമൊന്ന് കീഴ്പ്പെട്ട് അബ്രഹാമിനെ പോലെ കീഴ്പ്പെട്ടു കൊടുക്കുമ്പോൾ ദൈവം നിന്നെ നീതീകരിച്ചു കഴിയുമ്പോൾ നീതീകരണത്തിനകത്ത് നിനക്ക് ഭൂമിയിൽ ജീവിക്കുവാനുള്ള സകല സംവിധാനങ്ങൾ, സർവ്വ സമ്പത്തുകളും സർവ്വ ഐശ്വര്യങ്ങളും സകല അനുഗ്രഹങ്ങളും ആ നീതീകരണത്തിനകത്തുണ്ട്. അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവം അബ്രഹാമിന്റെ വിശ്വാസം നീതിയായി കണക്കിട്ട് കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം നിറവേറി. മാത്രമല്ല, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ സന്തതിയെ അബ്രഹാമിന് കൊടുത്ത ആ നക്ഷത്രങ്ങളായിരിക്കുന്ന ദൈവ മക്കൾ ഈ കാലഘട്ടത്തിൽ ദൈവസഭ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി അവരുടെ ജീവിതത്തിൽ അവർക്ക് വീണ്ടുന്ന എല്ലാ നന്മകളും ദൈവം പകർന്നുകൊണ്ടിരിക്കുക. രക്തം ചെയ്യും. നമ്മൾ ദൈവത്തിൽ എങ്ങനെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് രക്തം ചെയ്യും. അതുകൊണ്ട് നീ തളരരുത് കേട്ടോ, തകരരുത്. നിന്റെ ജീവിതം വിലപ്പെട്ടതാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതം വിലപ്പെട്ടതാണ്. നിന്റെ ജീവിതം അതിശ്രേഷ്ഠമായതാണ്. നിന്റെ ജീവിതം കർത്താവിനുള്ളതാണ്. നിന്റെ കർത്താവ് യേശുവാണ്. നിന്റെ ഭർത്താവ് യേശുവാണ്. നിന്റെ വീണ്ടെടുപ്പുകാരൻ യേശുവാണ്. നിന്റെ സൃഷ്ടാവ് യേശുവാണ്. നിന്നെ കരുതുന്ന യേശുവാണ്. നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവൻ യേശുവാണ്. നിന്നെ നീതീകരിക്കുന്നവൻ യേശുവാണ്. നിന്റെ വിശ്വാസത്തെ കണക്കിടുന്ന യേശുവാണ്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ കഷ്ടതയെ നീ തളർന്നു പോകാതെ, കഷ്ടതയെ നീ വാടി തളർന്നു പോകാതെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ആത്മവിശ്വാസം നീ ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധി സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് കണ്ട മിസ്രയീമിനെ നീ കാണുകയില്ലെന്ന് മോശെ ഇസ്രായേലിനോട് പറഞ്ഞ പോലെ നിന്റെ കഷ്ടതകളെല്ലാം മാറിപ്പോകും. ഹല്ലേലൂയ. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ഇസ്രായേൽ ഭയങ്കര ഭയവരശരായി നിൽക്കുക. എന്താ? മുമ്പിലോട്ട് നോക്കിയപ്പോൾ ചെങ്കടലിൽ, പുറകോട്ട് നോക്കിയപ്പം ഫറവോനും സൈന്യവും 600ഓളം ഇരുമ്പ് രഥങ്ങൾ ഒച്ച വെച്ച് വലിയ ശബ്ദത്തോടെ ആരവത്തോടെ വരുന്നതാണ്. ഇസ്രായേലത്തെ ചങ്കിനകത്തൊരു വെള്ളിടി പോലെ. ഹല്ലേലൂയ. എങ്ങനെ രക്ഷപ്പെടും, എങ്ങോട്ട് രക്ഷപ്പെടും? മോശയ്ക്കെതിരെ പിറുപിറുത്തു. ആ പിറുപിറുപ്പിന്റെ ഫലമായി മോശ ഇസ്രായേലിനോട് പറഞ്ഞു, ഇന്ന് കണ്ട മിസ്രയീമിനെ നിങ്ങൾ ഇനി കാണുകയില്ല.
അതൊരു വിശ്വാസത്തിന്റെ വാക്കല്ലേ പറഞ്ഞേ. ഇന്ന് മോശയ്ക്ക് പോലും അറിയത്തില്ല ഇസ്രായേൽ മക്കളെ മോശയും പിന്തുടർന്ന് വരുന്ന ഫറവോനി സൈന്യത്തെ ദൈവം എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് മോശയ്ക്കും അറിയത്തില്ല. മോശയോടും ദൈവം പറഞ്ഞിട്ടില്ല, ഞാൻ അവരെ ചെങ്കടലിൽ മുക്കൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ മോശ എന്ത് ചെയ്തു? വിശ്വാസത്താണ് പറയുന്നത്, ഇന്ന് കണ്ട മിസ്രൈമിനെ കാണില്ല. മോശയുടെ വിശ്വാസത്തെ ദൈവം നീതിയെ കണക്കിട്ടു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോൾ മോശ ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോൾ മോശ തന്നെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് ചെങ്കടലിനെ നീട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ചെങ്കടൽ പഴയതുപോലെ ഒഴുകി തുടങ്ങി. ചെങ്കടലിന്റെ നടുവിലേക്ക് ഇറങ്ങി ചെന്ന ഫറവോന് സൈന്യം എന്ത് ചെയ്തു? ചെങ്കടലിൽ മുങ്ങിപ്പോയി. ഒരവശിഷ്ടം പോലും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവരുടെ മോശ വിശ്വാസത്തെ പറഞ്ഞത്, ഇന്ന് കണ്ട മിസ്രൈമിനെ കാണയിൽ എത്ര യാഥാർത്ഥ്യമല്ല. അപ്പൊ മോശയുടെ വിശ്വാസം ദൈവം നീതിയായി കണക്കിട്ടു. അതുകൊണ്ട് ഇന്ന് പകരം എന്റെ കേൾക്കുന്ന മാതാവി പിതാവി, നിന്റെ ജീവിതത്തിലെ കഷ്ടങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, കണ്ണീരുകൾ, കടക്കടികൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, ജോലിയില്ലായ്മ, വേദനകൾ, ഭാരങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, രോഗങ്ങൾ, നിനക്ക് നേരെയുള്ള പോരാട്ടങ്ങൾ, വാഴ്ചകളും അധികാരങ്ങളും, ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന എല്ലാം ഒന്നടങ്കം നിനക്ക് ചുറ്റുന്നു വാത് കെട്ടി അവകാശം പറഞ്ഞ് നിന്നെ മുക്കി കളയുമെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഇന്ന് കണ്ട മിസ്രൈമിനെ നീ കാണുകയില്ല. അത് നിനക്ക് ദൈവം അനുകൂലമാ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, അവൻ യുദ്ധം ചെയ്യും, നീ പരാജയപ്പെടുകയില്ല. അതുകൊണ്ട് 4 രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വന്ന അബ്രഹാം വലിയ ഒരു പ്രത്യാക്രമണം ആഗ്രഹിച്ചിരിക്കുമ്പോൾ യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അതിമുഖത്തായ പ്രതിഫലവുമാകുന്നു. അബ്രഹാം ദൈവത്തിൽ വിശ്വനീതിയായി കണക്കിട്ട് കഴിഞ്ഞപ്പോൾ അബ്രഹാമിനെ പുറത്തു കൊണ്ടുചെന്ന് ആകാശത്തേക്ക് നോക്കുക, ഹല്ലേലൂയ, ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാക്കും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എത്ര ആനന്ദമല്ലേ അത്! നിന്റെ കഷ്ടതയിൽ നീ തളരരുത് കേട്ടോ. ഹല്ലേലൂയ. നീ ദൈവത്തിന് വിലയേറിയവനാണ്, ദൈവത്തിന് വിലയേറിയവളാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, ഇന്നത്തെ കാലങ്ങളിൽ കുടുംബം തകരുന്നത് എന്താ? മദ്യപാനം. ഈ മദ്യഷാപ്പുകൾ, നമുക്കറിയാം തമിഴ്നാട്ടിലെ ഗവൺമെന്റ്, അവിടുത്തെ മുഖ്യമന്ത്രി സ്റ്റാൻഡിൻ ഏതാണ്ട് 500 വിദേശ ഷാപ്പുകൾ അടച്ചുപൂട്ടി. കേരളത്തിൽ തമിഴ്നാട്ടിൽ 500 അടച്ചുപൂട്ടിയപ്പോൾ എന്ത് ചെയ്തു? കേരളത്തിൽ 500 തുറക്കാൻ നോക്കുക. ഹല്ലേലൂയ. കേരളത്തിലെ ജനം പാടത്തും പറമ്പിലും കോറിയിലും കല്ലിനോടും മണിലോടും തടിയോടും മല്ലിട്ട് വളർന്ന് ചോര വീർപ്പാക്കി കൊണ്ടുവരുന്ന പൈസ ഏതെങ്കിലും വിധത്തിൽ ഈ ദിവസങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി, വലിച്ചു മേടിക്കാൻ വേണ്ടി, അവന്റെ പോക്കറ്റ് ശൂന്യമാക്കാൻ വേണ്ടി സർക്കാർ മുട്ടിനും എന്ത് ചെയ്തു? കള്ള് ഷാപ്പുകൾ, ബാറുകൾ, ബീവറേജുകൾ തുറന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്നെ തകർക്കുന്ന, നിന്നെ ഉടകുന്ന, നിന്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന ഇങ്ങനെയുള്ള ദുർസ്വഭാവങ്ങളിൽ നീ വിട്ട് നീ പുറത്തു വന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ നീ വിശ്വസിക്കണം. അവൻ നിന്റെ കുടുംബം തകരുന്നത്, മദ്യപാനം നിന്റെ കുടുംബം തകരുന്നത്, മയക്കുമരുന്ന് നിന്റെ കുടുംബം തകരുന്നത് അധാർമികമായ ജീവിതമാണ്, അശ്ലീലമായ ജീവിതമാണ്, ദൈവത്തെ അനുസരിക്കാത്തതാണ്, വചനം അനുസരിക്കാത്തതാണ്, വിശ്വാസം നിനക്ക് നഷ്ടപ്പെട്ടു പോയതാണ്, അന്ധവിശ്വാസത്തിൽ പെരുകിയതാണ്, കൂരിട്ടിന്റെ ജീവിതത്തിൽ വന്നതാണ്, അന്ധകാരത്തിന്റെ ശക്തികൾ, പൈശാചിക ബന്ധങ്ങൾ, സാത്താനി പോരുകൾ, സാത്താനി ശക്തി നിന്റെ കുടുംബത്തിനകത്ത് പ്രവേശിച്ചതാണ് നിന്റെ കുടുംബം ഇരുളിൽ കിടക്കുന്നത്. ആ ഇരുൾ മാറ്റി നീ പുറത്തു വന്ന അബ്രഹാമിനെ പോലെ വാഗ്ദത്തമുള്ളവനായി നിന്റെ കുടുംബത്തിനകത്ത് നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന മക്കൾ നിറയുമ്പോൾ നിന്റെ കുടുംബം പ്രകാശമായി മാറും. യത്നം ചെയ്യും. ഇന്ന് അനവധി കുടുംബത്തിനകത്തെ മക്കൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇരുള് കൊണ്ടുവരിക പിശാചിന്റെ കയ്യിലാ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ മാനസാന്തരപ്പെടണം. മാതാപിതാക്കൾ മാനസാന്തരപ്പെട്ട് കർത്താവോട് ചേർന്ന് നിന്ന് മക്കളെ ദൈവകൃപയിലും പത്യോപദേശനും വളർത്തിയാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. മാതാപിതാക്കൾ കുടുംബത്തിനകത്ത് കള്ളും കുടിച്ച്, കഞ്ചാവ് കുടിച്ച്, മയക്ക് പിടിച്ച്, പുകയിലയും വലിച്ച്, പുകയിലയും തിന്ന് എന്ന് പറഞ്ഞാൽ എല്ലാം അധാർമ്മികം ചെയ്ത് വീട്ടിനകത്ത് അടിയുണ്ടാക്കി, ഭാര്യയടിച്ച്, ഭർത്താവിനടിച്ച്, ഭാര്യ വഴി, മക്കളൊരു വഴി, ഭർത്താവിന് വഴി ജീവിച്ച നിന്റെ മക്കൾ ആ വഴിയിലൂടെ തന്നെ വളർന്നു വരും. പിന്നെ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടോ, അയൽവീട്ടിലെ കൊച്ചിനെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. നീയാണ് നിന്റെ കുടുംബത്തെ തകർക്കുന്നത്. അബ്രഹാമിന്റെ മക്കൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്നെങ്കിൽ അബ്രഹാമിന്റെ മക്കളായിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം വേർതിരിച്ച് ദൈവസഭയുടെ ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ ദൈവമക്കൾ, ദൈവസഭ എന്ത് ചെയ്തു? ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ചുകൊണ്ടിരിക്കുക. രക്തം ചെയ്യും. നിങ്ങൾ മടങ്ങി വന്ന് ദൈവത്തിന്റെ നിന്റെ കുടുംബത്തിനകത്തെ പാപത്തെ നീക്കിക്കളയണം.
ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്തെ പാപത്തെ നീക്കിക്കളഞ്ഞാൽ, ശാപത്തെ നീക്കിക്കളഞ്ഞാൽ, നിന്റെ കുടുംബം വെളിച്ചമായി മാറും. ഇന്ന് നമുക്കറിയാം, അനവധി ആളുകൾ സാത്താനെ ആരാധനയിലെ ചെന്ന് ചേരുന്നത്. സാത്താനെ ആരാധിക്കുന്നു, സാത്താനെ അനുഗമിക്കുന്നു, സാത്താനെ പിന്തുടരുന്നു, സാത്താന്റെ പിന്നാലെ പോകുന്നു, അവന്റെ നാമം പറയുന്നു, സാത്താന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. ഓൺലൈനിൽ സാത്താനെ ആരാധന എന്നുവേണ്ട എന്തെല്ലാം സാത്താന്റെ തന്ത്രങ്ങൾ അനേകരെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവർ നീ സാത്താനെ ആരാധിക്കേണ്ടത് പിന്നെ ആരെയാണ്? ഏക സത്യ ദൈവമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ, നീ ആത്മാവും ജീവനുമായിരിക്കുന്ന യേശുവിനെ നീ ആരാധിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? അബ്രഹാമിന്റെ വാഗ്ദത്തത്തിന്റെ കുടുംബത്തിനകത്ത് അത് വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. മനുഷ്യന് ഭയങ്കര ദുരുപദേശത്തിനകത്താണ് ഹല്ലേലൂയ സ്തോത്രം അകപ്പെട്ട് കിടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ലോകം അതംപതിച്ചു. ഭാരതത്തിന്റെ സ്ഥിതി എന്താ? കേരളത്തിന്റെ സ്ഥിതി എന്താ? അതംപതിച്ചതുപോലെയല്ലേ പോകുന്ന മനുഷ്യന്റെ സ്വസ്ഥതയിൽ എന്നും താറ്റും വെട്ടും രക്തചൊരിച്ചിലും കൂരിതീവല്ലേ? വടക്കേണ്ടിലേക്ക് നോക്കിയാട്ട് എത്രയോ ക്രൈസ്തവ പുരോഹിതന്മാരെ, ക്രൈസ്തവ കന്യാസ്ത്രീകളെ, ക്രൈസ്തവ വിശ്വാസികളെ, എത്രയോ ദാസന്മാരെ, എത്രയോ ദൈവമക്കളെയാണ് ക്രൂരമായി പിടിച്ച് ഉപദ്രവിച്ച് പീഡിപ്പിച്ച് കള്ളക്കേസിൽ കുടുക്കി യാതൊരു ദയില്ലാതെ അടിച്ച് മുറിവേൽപ്പിച്ച് കൈയും കാലും തല്ലിയൊടിച്ച് അവരെ കൊല്ലുന്ന, നാട്ടിൽ നിന്ന് ഊരുവിലക്കുന്ന ഛത്തീസ്ഗഡ് പോലുള്ള പ്രദേശങ്ങൾ നോക്കിയാട്ട് എന്തെല്ലാം പ്രതിസന്ധികളാണ് ദൈവസഭ അനുഭവിക്കുന്നത്. അബ്രഹാമിന്റെ മക്കൾ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന ദൈവമക്കളെ ഉപദ്രവിക്കുന്ന അനുഭവത്തിൽ സംസ്ഥാനങ്ങൾ ദൈവത്തിന്റെ ന്യായവിധികൾ വെളിപ്പെടാൻ സമയമായി. ദൈവത്തിന്റെ ന്യായവിധികളൊക്കെ വരും കേട്ടോ. നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന ദൈവസഭയെ, നീ എന്റെ ആയുധം വെച്ച്, നിന്റെ കായിക ബലം വെച്ച്, നിന്റെ കൈബലം വെച്ച്, നിന്റെ ആരോഗ്യം വെച്ച്, നിന്റെ നന്മ കൊണ്ട്, പണം കൊണ്ട്, നിന്റെ രാഷ്ട്രീയ സ്വാധീനം വെച്ച്, നിന്റെ മതത്തിന്റെ സ്വാധീനം വെച്ച് ഹല്ലേലൂയ ദൈവത്തിന്റെ സഭയെ നീ ഉപദ്രവിച്ചാൽ, ദൈവത്തിന്റെ സഭയെ നീ ഉപദ്രവിക്കും. ഓർത്തോണം, താമസിയാതെ നിന്റെ കുടുംബത്തിനകത്ത് വെള്ളിടിയുടെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞ് നിന്നെ വെള്ളിടി കൊണ്ട് കൊല്ലുമെന്നല്ല, നീ ദൈവത്തിന്റെ ന്യായവിധി അനുഭവത്തിലേക്ക് വന്ന് ദൈവം നിന്നെ സന്ദർശിക്കുക തന്നെ ചെയ്യും. നിന്റെ ദേശത്ത് നിന്റെ ഭരണ സംവിധാനങ്ങളെ ദൈവം സന്ദർശിക്കും. അല്ലേ? മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, കണ്ടു നോക്ക്. ഹല്ലേലൂയ. അതുകൊണ്ട് അബ്രഹാമിന്റെ സന്തതികളായി ആകാശ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന ദൈവസഭയെ ദൈവം പെന്തക്കോസ്ത് നാളിൽ എഴുന്നേൽപ്പിച്ച് ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തു മരിച്ചുവെന്ന് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി ഹല്ലേലൂയ 40-ാം നാൾ സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി 80-ാം നാൾ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ച് കൂടിയിരുന്ന 120 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അബ്രഹാമിന്റെ മക്കളായി നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്നവരായി അവർ ദൈവസഭയ്ക്കകത്ത് പാടി ആരാധിക്കാൻ തുടങ്ങി, പാടി സ്തുതിക്കാൻ തുടങ്ങി, സുവിശേഷം പറയാൻ തുടങ്ങി, സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി, അവരിൽ കൂടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കാൻ തുടങ്ങി. ആദ്യത്തെ പത്രോസിന്റെ പ്രസംഗത്തിനകത്ത് ഹല്ലേലൂയ യെരൂശലേം ദേവാലയത്തിൽ ആരാധനയ്ക്ക് കടന്നു വന്ന 3000 പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അബ്രഹാമിന്റെ സന്തതികളായ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്നവരായി പിറ്റേന്ന് 5000-ആയി ദിനം പ്രതി രക്ഷിക്കപ്പെടുന്ന സഭയോട് ചേർത്ത് അവരെല്ലാം ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഭൂമിയുടെ എല്ലാ ഇടങ്ങളിലും 7 വൻകരകളിലും ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക. എന്തിന്? അവർ നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ചിരുന്ന് ആരാധിക്കുന്നുകൊണ്ടാണ് ഈ ഭൂമിയിൽ കൂരിരുട്ട് മൂടാതിരിക്കുന്നത്. രക്തം ജയം. അതുകൊണ്ട് ദൈവസഭയെ തൊട്ട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം കേട്ടോ. ദൈവസഭയെ തൊട്ട് കളിക്കുന്നത് ക്രൈസ്തവന്റെ മേൽ രക്തം ചുരിയാൻ നിന്റെ കൈയെടുക്കും, നിന്റെ വാളെടുക്കും, നിന്റെ ആയുധം എടുക്കുമ്പോൾ നീ സൂക്ഷിച്ചോണം. നീ എടുത്ത കൈ കൊണ്ട്, നീ ആയുധമെടുത്ത്, നീ വാളെടുത്ത കൈകൾ കൊണ്ട്, നീ വെട്ടിയ കരങ്ങൾ കൊണ്ട്, നീ മുറിവേൽപ്പിച്ച കരം കൊണ്ട്, നീ രക്തം ചൊരിയിച്ച് നിന്റെ കണ്ണിന്റെ മുമ്പാകെ നിന്റെ കണ്ണു മുമ്പാകെ ദൈവം നിന്നെ ന്യായം വിധിക്കും. അത് ഈ നാളുകളിൽ ഇന്ത്യയുടെ ചില സംസ്ഥാനങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെടാൻ സമയമായി. കണ്ടില്ലേ? ടെക്സാസിൽ മിന്നപ്രളയം വന്നു കഴിഞ്ഞപ്പോൾ, അമേരിക്കയിൽ ടെക്സാസിൽ മിന്നപ്രളയം വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ കരം വെളിപ്പെടുക തന്നെ ചെയ്യും. ദൈവമക്കൾ, അബ്രഹാമിന്റെ സന്തതി നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന ദൈവമക്കൾ ആരും കൊല്ലാറില്ല, വെട്ടാറില്ല, ഉപദ്രവിക്കാറില്ല, യത്നം ചൊരിക്കാറില്ല. അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇവിടുത്തെ ഇസ്രായേലും ഇസ്രായേലിൽ നിന്നും പുറപ്പെട്ടപ്പോൾ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളും ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഹല്ലേലൂയ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് 6 ലക്ഷം അല്ലെങ്കിൽ ഇസ്രായേൽ ജനപുരുഷന്മാർ, അവരുടെ ഭാര്യമാരും മക്കൾ എല്ലാം കൂടെ കൂട്ടി ഒരു 3 പേരെ 18,000 കാണത്തില്ലേ. കൂടാതെ വലിയൊരു സമിശ്ര ജാതി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതും കൂടാതെ ലേവ്യരുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെ വലിയ പുരുഷന്മാരും ഹല്ലേലൂയ ഏകദേശം പുറപ്പാട് പുസ്തകമൊക്കെ വായിച്ചു വന്ന് യോശുവയുടെ പുസ്തകത്തിൽ ഏകദേശം 40 ലക്ഷത്തോളം ഉണ്ടായിരുന്ന ഹല്ലേലൂയ
സ്തോത്രം. അങ്ങനെ വലിയൊരു പുരുഷാരം നക്ഷത്രങ്ങളെ പോലെ അവർ ശോഭിച്ചു. അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മേൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇതാ ഇതാ നിങ്ങൾ ഇന്ന് പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഇരിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങളെ ഇപ്പോഴുള്ളതിനേക്കാൾ ഇനിയും 1000 ഇരട്ടിയാക്കി ആമീൻ താൻ നിങ്ങളോട് അരുളി ചെയ്തതുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മോശ ഇസ്രായേൽ ജനത്തെ പറഞ്ഞ് അനുഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആവർത്തന പുസ്തകം 1-ാം അധ്യായം 10-11 വാക്യങ്ങായിരിക്കും കാണാൻ കഴിയും. ഇസ്രായേലിൽ പുറപ്പെട്ട ജനങ്ങളെ പറയാണ്, ഇപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവമായി നിങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇന്ന് നിങ്ങൾ പെരുപ്പത്തിൽ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ ഇരിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം ഇപ്പോഴുള്ളതിനേക്കാൾ ഇപ്പോഴുള്ളതിനേക്കാൾ ഇനിയും 1000 ഇരട്ടിയായി വർദ്ധിപ്പിക്കും. അതുകൊണ്ടാണ് ഇപ്പോഴുള്ളതിനേക്കാൾ 1000 ഇരട്ടിയായി ദൈവസഭ വർദ്ധിപ്പിച്ചുകൊണ്ട് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിച്ചു തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ജനങ്ങളും വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിന്റെ കാരണം ഇത് വാക്തത്വമാണെന്നാണ്. ഇതിനെയൊക്കെ തകർക്കാൻ നിങ്ങളുടെ ആയുധത്തിന് കഴിയുമോ? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന AK-47, നിങ്ങളുടെ ഇരിക്കുന്ന കുറുവടികൾ കൊണ്ടോ വടിവാൾ കൊണ്ടോ നിങ്ങളുടെ ഇരിക്കുന്ന മാരകായുധങ്ങൾ കൊണ്ടോ ദൈവം വർദ്ധിപ്പിക്കുന്ന ദൈവസഭയെ തകർക്കാൻ കഴിയുമോ? ശ്രോതാവ്, ഇല്ല. അവർ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെയാണ്. വലിയ മരണത്തിന്റെ നടുവിലോറും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. അതുകൊണ്ട് സ്തോത്രം, നിങ്ങൾ ദൈവത്തിന് ഓടണം. യഥാർത്ഥ നക്ഷത്രങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. യഥാർത്ഥ നക്ഷത്രങ്ങൾ ആരാണ്? ദൈവത്തിന്റെ മക്കളാണ്. ബുദ്ധിമാന്മാർ ആകാശ മണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്ന നക്ഷത്രങ്ങളെ പോലെയും എന്തേക്കും പ്രകാശിക്കുമെന്ന് ദാനിയേൽ പ്രവാചകൻ ദിവസം 12:3 കാണുന്നുണ്ട്. അത് നിങ്ങൾ കർത്താവിന് വേണ്ടി ആത്മാക്കളെ ആദായം ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും എന്തേക്ക് സ്വർഗത്തിൽ വെളിച്ചം വീശി പ്രകാശിച്ചു കൊണ്ടിരിക്കും. കർത്താവ് കൂടിക്കണക്കിന് നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു എങ്കിലും ഓരോ നക്ഷത്രങ്ങളെയും പേര് പറഞ്ഞ് വിളിക്കുന്നു എന്ന് അതിന്റെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുന്ന യെശയ്യാ പുസ്തകം 40:26 കാണാൻ കഴിയും. ദൈവം നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പാതയിൽ നിങ്ങൾ ജയത്തോടെ ഓടണം. ഹല്ലേലൂയ. സ്തോത്രം. അതെ, നിങ്ങൾ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ നിങ്ങൾ നക്ഷത്രങ്ങൾ പേര് പറഞ്ഞ് വിളിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിന്റെ പ്രവണതത്തിൽ നടത്തുന്നത് പോലെ, അവരൊന്നുപോലും തെറ്റാതെ പോകുന്നത് പോലെ നിങ്ങൾ ദൈവം പേര് പറഞ്ഞ് വിളിച്ച് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ദൈവസഭയുടെ ഭാഗമാക്കിയിരിക്കുക. അതെ, നീ അനുഭവത്തിരിക്കുന്നതിന്റെ കഷ്ടമാണ്. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അത് നീ അബ്രഹാമിനെ പോലെ ഭയപ്പെട്ടിരിക്കുവാനല്ല, വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് മടങ്ങി വരുന്നെങ്കിൽ അബ്രഹാമിനെ വർദ്ധിപ്പിച്ച ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. അല്ലെങ്കിൽ നിന്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കും. നിന്റെ കുടുംബത്തിൽ ഇരുളം മാറും. നീ ഏത് പ്രതിസന്ധിയുടെ കടന്നുപോയാലും ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ ആഗ്രഹിക്കുക. നിന്റെ സങ്കടം മാറ്റുവാൻ ആഗ്രഹിക്കുക. നീ ഇല്ലായ്മ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ ഇന്ന് അനുഭവിക്കുന്ന സകല പാപ ശാപം ദൈവം നിന്നെ വിടുവിച്ച കുടുംബത്തെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങളുടെ കേരളത്തിനായി, ഭാരതത്തിനായി, ലോകരാജ്യങ്ങൾ 800 കോടി ജനത്തിനായി, തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുവിനും ലഹരിക്കും അടിമപ്പെട്ട് ജഡിക ചൂതാട്ട വ്യഭിചാര പരസംഗ അശുദ്ധി ദുഷ്കാമത്തിൽ കൊട്ടേഷങ്ങൾ കുണ്ടാസങ്ങൾ ഭൂമാവിൽ ബ്ലേഡുമാർ തീവ്രവാദികൾ വീരവർഗീയവാദികൾ കർത്താവി സകല മാവിയാസങ്ങൾ അകപ്പെട്ട് അഴിമതി കൈക്കൂലി കരിഞ്ചന്ത അഴിമതി രാഷ്ട്രീയ കർത്താവി ബലത്തിന് രാഷ്ട്രീയത്തിന് വേണ്ടി തമ്മിൽ അടിച്ചും കലഹിച്ചും രക്തം ചൊരിയിച്ചും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ജാതിയുടെ പേരും മതത്തിന്റെ പേരും പറഞ്ഞ് തമ്മിലടിക്കുന്നു. നിറം പറഞ്ഞ് വർണ്ണം പറഞ്ഞ് പാരമ്പര്യം പറഞ്ഞ് കർത്താവി പലരും വലിയൊരു സനാതന ധർമ്മത്തിലൂടെ അനേകരെ താഴ്ത്തിക്കെട്ട് അനേകരെ കൊന്നൊടുക്കുന്ന പൈശാചിക ശക്തികൾ ദേശത്ത് പെരുകുമ്പോൾ ദൈവമേ, അതിൽ നിന്ന് ജനം വിടുവിക്കപ്പെട്ട് അബ്രഹാമിന്റെ വാഗ്ദത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് ജനം ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്നവരായി, അനേകർക്ക് വെളിച്ചം പകർന്നവരെ ആശ്വാസം പകർന്നതായി തീരുവാൻ ദൈവസഭ ദൈവമക്കൾ ഒരുക്കണമേ. അനേകർ മാനസാന്തരം മടങ്ങി വന്ന് പിശാചിന്റെ കയ്യിൽ നിന്ന് കെണിയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ഞങ്ങൾ ദൈവരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, സ്വസ്ഥതയില്ലാത്ത കുടുംബങ്ങൾക്കകത്ത് സമാധാന സ്വസ്ഥത നിറയപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ തകർക്കുന്ന, ജീവിതത്തെ തകർക്കുന്ന അന്ധവിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ധാർമ്മികതകളെല്ലാം വിട്ട് ജനം മടങ്ങി വന്ന് വാഗ്ദത്തത്തിന്റെ മക്കളായി തീരുവാൻ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാര യൗവനത്തിലും വാർദ്ധക്യത്തിൽ അനുവൃത്തരും അശരണം യാചകോർഫൻ ചോടനും തടവറയിലയിക്കുന്ന കർത്താവിന്റെ 7 ഭൂപട്ടങ്ങൾ കഷ്ടത അനുഭവിക്കുന്ന അനവധികളുടെ പാപത്തിന്റെ അടിമത്തത്വം വിട്ട് മടങ്ങി വന്ന അബ്രഹാം ദൈവത്തിൽ നീതിയായി കണക്കിട്ടതുപോലെ, അബ്രഹാമിന്റെ ദൈവം നീതീകരിച്ചതുപോലെ നീതീകരിച്ച കർത്താവ് നീതികളുടെ ഫലങ്ങൾ പ്രാപിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വലിയ കൂട്ടം തലമുറയെ നീ എഴുതിപ്പിക്കണമേ. ദൈവദാസിദാസന്മാരുടെ കുടുംബ തലമുറയെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. സകല മുഖത്ത് കൊടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.